ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ രാജമ്മ പാർട്ട് 3 ആണ് ഗൈസ്. ഫസ്റ്റും സെക്കൻഡും പാർട്ടുകൾ ഞാൻ നേരത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഉണ്ട്. നമുക്ക് നേരെ പണികളിലോട്ട് പോകാം ഗൈസ്. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ രാജമ്മയുടെ ബർത്ത്ഡേ കേക്കിൽ ഒരു ചെറിയ ഫയർ ക്രാക്കർ വെക്കണം. സോ അതാണ് നമ്മുടെ പ്ലാൻ. കുട്ടികളുടെ ബർത്ത്ഡേ സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും. പക്ഷേ ഈ ഒരു രാജമ്മയുടെ സ്റ്റുഡൻസിന് ടോർച്ചറിങ്ങും ഹോംവർക്കൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു കുട്ടികൾ ചെയ്യുന്ന ഒരു ചെറിയ പണിയാണ്. സോ നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഷെഡിൻ്റെ അങ്ങോട്ട് പോയിട്ട് ഷെഡ് തുറന്ന് നമുക്ക് ലോക്ക് പിക്ക് എടുക്കണം. സംഭവം അവിടെ ലോക്ക് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു. നമ്മൾ പണി കൊടുക്കുമെന്നറിയാം, അതുകൊണ്ടാണ് ലോക്ക് ഇട്ടേക്കുന്നത്. സോ ഫയർ ക്രാക്കറും ഇവിടെ തന്നെയുണ്ട്. അയ്യോ ഇതെന്ത് കതവ് നമ്മളെ പോകാൻ സമ്മതിക്കില്ല ഗൈസ്. സോ നമുക്ക് നേരെ ഡോർ തുറന്ന് പോകാം എന്ന് കരുതിയ അവിടെ തന്നെ ഈ രാജമ്മ ഒരു പണിയില്ലാതെ ചുമ്മാ നിൽപ്പുണ്ട് അടുക്കളയിൽ. സോ നമ്മളങ്ങോട്ട് കയറുമ്പോൾ ചിലപ്പോൾ നമ്മളെ കണ്ടുപിടിക്കും. അതാണ് നമുക്ക് ഈ ജനലിൽ തുറന്നിടാം, കാരണം അഥവാ വരണമെങ്കിൽ ഓടാമല്ലോ. സോ നമുക്ക് ലോക്ക് തുറക്കുമ്പോൾ വീണ്ടും വി ആർ ട്രാപ്പ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. സോ ഇവിടെ ഒരു നീല മെഴുകുതിരിയാണ് ഉള്ളത്. ഇവിടെ നീല ഒരു റിബൺ പോലത്തെ ഒരു സംഭവമുണ്ട്, റിബൺ ആണെന്ന് തോന്നുന്നു. സോ ഫയർ ക്രാക്കർ വെച്ച് ഈ ഒരു റിബൺ കൂടെ കെട്ടി വെച്ചിട്ട് നമുക്ക് ഓടാം. അല്ലെങ്കിൽ അറിയാലോ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഇവരെ കൈ കിട്ടി എന്തായിരിക്കും അവസ്ഥയെന്ന്. സോ നമുക്ക് പയ്യെ ഓടിക്കളയാം ഗൈസ്. നമ്മളിവിടെ വന്നിട്ടില്ല, നമ്മളാരെയും കളിക്കില്ല. ഗേറ്റൊക്കെ അടച്ച് നമ്മളങ്ങ് ചാടി കളിക്കുക. അവർക്ക് പണി കൊടുത്ത ഒരു സന്തോഷമാണ് ഗൈസ് എൻ്റെ ഈ ഒരു ചാട്ടവും ഓട്ടവും ഒക്കെ. സോ അവരിപ്പോൾ വരുന്നു, തീ കത്തിക്കുന്നു, എല്ലാം പൊട്ടുന്നു ഗൈസ്. അതാണ് പ്ലാനിങ്. സോ രാജമ്മ തീ കത്തിക്കുന്നു, അതുകൂടെ പൊട്ടിത്തെറിക്കുന്നു. അവരെ മോന്ത വരെ പൊട്ടിത്തെറിക്കണം ഗൈസ്, അതാണ് എൻ്റെ ആഗ്രഹം. അവർ ഊതിക്കഴിഞ്ഞു. സോ അവരുടെ മുഖത്ത് അത്രയും കേക്കായി. ഞാൻ ഉദ്ദേശിച്ചത് പൊട്ടിത്തെറിക്കുന്നതായിരുന്നു, പക്ഷേ കേക്കായി എന്നേ ഉള്ളൂ. ലെവൽ കംപ്ലീറ്റഡ്. നെക്സ്റ്റ് ലെവലിൽ നമുക്ക് നോക്കാം. ഇത് പറയുന്ന രാജമ്മയുടെ ഫേവററ്റ് ബുക്ക് ഉണ്ട്. അതായത് രാജമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു ബുക്ക്, എന്തെങ്കിലും ടോർച്ചറിങ് വല്ല ആയിരിക്കാം. ആ ഒരു ബുക്കിൽ ഈ രാജമ്മയുടെ ഒരു ചെറിയ ടോർച്ചറിങ് ആയിട്ടുള്ള ഒരു ആനിമലുണ്ട്, സ്പൈഡർ. ആ സ്പൈഡറിനെ കൊണ്ടുവയ്ക്കണം. സോ അതിനു വേണ്ടി ഫസ്റ്റ് തന്നെ ഇപ്രാവശ്യം ഞാൻ റിസ്ക് എടുക്കുന്നില്ല, ഷെഡിൽ പോകുന്നില്ല. ഡയറക്റ്റ് ഞാൻ മുകളിൽ പോയി സാധനങ്ങൾ എടുക്കുകയാണ് ഗൈസ്. സോ എത്ര റൂം കഴിഞ്ഞാണ് സ്കൾച്ചർ റൂമെന്ന് പോലും എനിക്കറിഞ്ഞോളൂ ഗൈസ്. ഇവിടേക്ക് പോവുമായിരുന്നു. ഗ്ലൗസ് കിട്ടിയിട്ടുണ്ട്. ഗ്ലൗസ് ഇട്ടിട്ടല്ലാതെ നമ്മൾ സ്പൈഡറിനെ തൊടരുത്. കാരണം ഒരിക്കൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അറിയാതെ ഗ്ലൗസ് ഇല്ലാതെ എടുത്തുപോയി, മരിച്ചുപോയി. അതുകൊണ്ട് ഗ്ലൗസ് ഇടാതെ ഒരിക്കലും അത്ര റിസ്ക് എടുക്കരുത് ഗൈസ്. സോ ഗ്ലൗസ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഇവിടെ, അതായത് ടോർച്ചറിങ് റൂമിൽ തന്നെ ടോർച്ചർ ആനിമൽ കാണും. സ്പൈഡർ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് സ്പൈഡർ കൂട്ടിന് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സ്പൈഡറാണ് നമ്മളെ കൊല്ലാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് അങ്ങോട്ട് തന്നെ പണിയെടുക്കാം ഗൈസ്. സോ നമുക്ക് നേരെ ഏണി വഴി താഴെ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആളെവിടെ, ആൾ ഹോളിൽ തന്നെ ഉണ്ട് ഗൈസ്. നമുക്ക് ബെല്ലടിക്കാം. അപ്പോഴത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറും, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരും. അതിനിടയിൽ എനിക്ക് എന്തോ ചെറുതായിട്ട് ലാഗായി. എൻ്റെ ഒരു 3GB ഉള്ളൊരു ഫോണിലാണ് ഞാൻ ഈ റെക്കോർഡിങ്സ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കാണും, അതെല്ലാം ക്ഷമിക്കുക ഗൈസ്. സോ നമ്മൾ ബുക്കിൽ വെച്ചിട്ടുണ്ട്. ബുക്കിൽ വെച്ചിട്ട് നമ്മൾ കണ്ട വഴി ഓടായിരുന്നു ഗൈസ്. എന്തായാലും അവർ വരുന്നു, ബുക്ക് തുറക്കുന്നു, പൊക്കുന്നു. സോ നമ്മളതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഗേറ്റ് എല്ലാം അടച്ചു, വെയിറ്റിംഗ് ആണ്. അവർ അകത്ത് കയറിയിട്ടുണ്ട്. റൂമിൽ കയറി ബുക്ക് എടുത്തു ഗൈസ്. ആ ബുക്ക് എടുത്തു. സ്പൈഡർ അവർ മുഖത്ത് തന്നെ ഒട്ടി ഗൈസ്. ഫാന്റാസ്റ്റിക്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റിവെഞ്ച് തീർക്കേണ്ടത്. റിയൽ ലൈഫിലല്ല, ഗെയിമിൽ. റിയൽ ലൈഫിൽ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ഗൈസ്. സോ ഇതിലെന്ന് വെച്ചാൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അവരുടെ ഹെയർ ആണ്. ആ ഹെയർ നമ്മൾ നല്ല രീതിക്ക് പണി കൊടുക്കണം. അതായത് ഈ ഒരു വെളുത്തുള്ളി തലമുടിയെ നമ്മൾ നല്ല രീതിക്ക് പണി കൊടുക്കണം ഗൈസ്.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പോകേണ്ടത് മുകളിലാണ്. മുകളിൽ പോയിട്ട് നമുക്ക് എല്ലാ പ്രാവശ്യത്തെയും പോലെ ജിം വഴി തന്നെ നമ്മൾ പോകുന്നത്. ജിം വഴി ചാടി അവർ മുകളിലുണ്ടായിരുന്നു ഗൈസ്, ഇവരിപ്പോൾ താഴെ പോയിട്ടുണ്ട്. മുകൾ വഴി ചാടി നമ്മൾ ടോർച്ചർ റൂം വഴി കയറി നമ്മുടെ ആ ഒരു റൂമില്ലേ, ബെഡ്റൂം, അതിൻ്റെ തൊട്ടപ്പുറത്താണ് ബാത്റൂം ഉള്ളത്. അതുവരെ നമ്മളിങ്ങനെ രാജമ്മ കാണാതെ ഓടി ഓടി നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടേക്ക് രാജമ്മ പോകുന്നുണ്ട് ഗൈസ്, ഒരു പണിയില്ലാതെ. അപ്പം ഹെയർ റിമൂവറാണ് നമ്മൾ പോയിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ പണി കിട്ടിക്കോളും. സോ അവർ വരുന്നു, ഹെയറിൽ അപ്ലൈ ചെയ്യുന്നു, ഹെയർ മൊത്തം പോകുന്നു. ആ വെളുത്തുള്ളിയായിട്ടുള്ള തലമുടി പിന്നെ നമുക്ക് കാണേണ്ടി വരുമോ എന്നറിയില്ല. സോ അത് പോയി കിട്ടണം ഗൈസ്. എനിക്ക് ആ ഒരു തലമുടി കാണുമ്പോൾ വെളുത്തുള്ളിയാണ് യഥാർത്ഥത്തിൽ ഓർമ്മ വരുന്നത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഓളിൽ ക്ലിക്ക് ചെയ്യണം ഗൈസ്. എൻ്റെ വായെല്ലാം ഇങ്ങനെയൊക്കെ പോകുന്നു. സോ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അവർ കുളിക്കാൻ വേണ്ടി കയറുന്നു ഗൈസ്. ഇവർക്കുള്ള ഉഗ്രം പണിയാണ് വരുന്നത്. അവരെടുത്ത് തലയിൽ അപ്ലൈ ചെയ്യുന്നു, തിരിച്ചിറങ്ങുന്നു. കറക്റ്റ് മുട്ട ഗൈസ്. ഇത് അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ മിസ്റ്റർ മീറ്റിൽ ആ മീറ്റിന് കണക്കുണ്ട് ഗൈസ്. അത് അവരെ ഫേസ് മിസ്റ്റർ മീറ്റിൻ്റെ മോള് തന്നെയാണോ എന്ന് അറിഞ്ഞില്ല, പക്ഷെ കറക്റ്റ് മിസ്റ്റർ മീറ്റിൻ്റെ ആ ഒരു ഫേസ് കട്ടുണ്ട് ഗൈസ്. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഗൈസ്.